ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. മോർണിംഗ് ടാസ്ക് ആയിരുന്നു ലൈവിനകത്ത് നടന്നത്. മത്സരാർത്ഥികൾ ഓരോരുത്തരായിട്ട് മുന്നോട്ട് പോയി നിന്ന് ആർക്കാണ് പി ആർ ഇല്ലാത്തത്, ആരാണ് ഇവിടെ പി ആർ ഇല്ലാതെ കളിക്കുന്നത് എന്നും ആർക്കാണ് പി ആർ ഉള്ളത് എന്നും പറയണം. ഇതായിരുന്നു ടാസ്ക്. അപ്പൊ സ്വാഭാവികമായിട്ട് തുടക്കം മുതൽ തന്നെ ഈ ഒരു പി ആർ ആരോപണം ഏറ്റവും കൂടുതൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അനുമോൾക്കാണ്. അപ്പൊ അനുമോളായിരുന്നു ഈ ടാസ്കിനകത്ത് എല്ലാവരുടെയും ഒരു ഇര. അനുമോളെയാണ് എല്ലാവരും പറഞ്ഞത്. എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു ആകെ ആദിലയും നൂറയും മാത്രമാണ് ലക്ഷ്മിയുടെ പേര് പറഞ്ഞത്. അല്ലാതെ ഒട്ടുമിക്ക എല്ലാവരും തന്നെ അനുമോളുടെ പേര് പറയുന്ന ഒരു കാഴ്ചയാണ്. അനീഷ് പോലും അനുമോളുടെ പേര് പറഞ്ഞു. ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്തുനിന്ന് ഈ ഒരു ഷോയെ ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഇത്രയും ദിവസം ലൈവ് കണ്ട ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നത് പി ആറുമായിട്ട് അവിടെ തുടരുന്നത് ഈ രണ്ട് വൈൽഡ് കാർഡുകൾ തന്നെയാണ്. പിന്നീട് ഹൗസിനകത്തേക്ക് പ്രവേശിച്ച ഈ രണ്ട് വൈൽഡ് കാർഡുകൾ, പിന്നെ കുറെയൊക്കെ അക്ബറിനും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അക്ബറിന് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അക്ബർ തന്നെ തുറന്ന് സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. ഈ GCC ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ പി ആറിനെ വെച്ചത്. GCC ഉണ്ടായിരുന്ന പി ആറിന്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്ന് അക്ബർ തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഈ പറയുന്ന ഈ രണ്ട് സാബുമാൻ പിന്നെ ലക്ഷ്മി, ഇവർക്ക് 3 പേർക്കും പി ആർ ഉണ്ടെന്നുള്ള കാര്യത്തിൽ 100%, 100%, 150% എനിക്ക് ഉറപ്പുണ്ട്. സാബുമാനൊന്നും അല്ല പിന്നെ അവിടെ നിൽക്കാൻ എന്ത് യോഗ്യത ഉണ്ടായിട്ടാണ്? അപ്പൊ സാബുമാന്റെ പേരൊന്നും ആരും പറയുന്നത് കേട്ടിട്ടില്ല. പക്ഷെ സാബുമാൻ ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് യാഥാർത്ഥ്യം. പിന്നെ ലക്ഷ്മിക്കുണ്ട്. ലക്ഷ്മി അവിടെ ഒന്നും ചെയ്യുന്നില്ല. ലക്ഷ്മി തുടക്കത്തിലുള്ള ആ ഒരു ഫയറേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. എന്നിട്ടും അവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഓഫ്കോഴ്സ് ഈ ഒന്നെങ്കിൽ മറ്റേ വോട്ട് അടിച്ച് വോട്ട് കയറ്റി വിടുന്ന അങ്ങനത്തെ ബോട്ടുകൾ കാണും. അല്ലാതെ ഈ പറയുന്ന പോലത്തെ പി ആർ പബ്ലിക് റിലേഷൻ ടീം തന്നെ കാണും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ. അനുമോൾക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് അറിയോ, അനുമോൾ അത്രയും ആ ലെവലിൽ ഗെയിം കളിച്ചിട്ട് തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. ഓരോ ദിവസവും അനുമോളിൻ്റെതായിട്ടുള്ള കോണ്ടന്റുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അത് പ്രേക്ഷകർക്കിടയിൽ ഒരു അക്സെപ്റ്റൻസും വരുന്നുണ്ട്. കാരണം അത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള, അവിടെ ആരും ഒരാൾ പറഞ്ഞു, അത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർ തന്നെയാണ് ഈ അനുമോൾ എന്ന് പറയുന്നത്. അപ്പൊ അനുമോൾക്ക് അങ്ങനെ ഒരു പി ആറിന് ആവശ്യമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ബിന്നിയൊക്കെ മുന്നോട്ട് വന്നത് ഭയങ്കര ആരോപണങ്ങളാണ് അനുമോൾക്കെതിരെ ഉന്നയിച്ചത്. 16 ലക്ഷം രൂപയുടെ ഒരു പി ആർ ഡീല് തന്നെ അനുമോള് ഒരു ടീമുമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ജയിച്ചു കഴിഞ്ഞിട്ട് ബാക്കി പൈസ ഘട്ടം ഘട്ടമായിട്ട് കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബിന്നിയോട് അനുമോള് പറഞ്ഞതായിട്ട് ബിന്നി പറയുന്നുണ്ട്. അപ്പാനി കൊടുത്തത് ഈ സെയിം ടീമിന് തന്നെയാണ്, അതുകൊണ്ട് അപ്പാനി ഔട്ടായപ്പോ ടെൻഷനാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ബിന്നി. അപ്പോൾ ഇത് അനുമോൾ ഇത് പാടെ നിഷേധിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. 10 ലക്ഷം രൂപയിലും ഉണ്ടായിരുന്നു, ഞാൻ ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു എന്നാണ് അനുമോൾ പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഈ പ്ലെയേഴ്സ്, ഇപ്പം അനീഷ് ആണെങ്കിലും ഷാനവാസ് ആണെങ്കിലും അനുമോൾ ആണെങ്കിലും, ഇവർക്കൊന്നും പി ആറിന് ആവശ്യം ഉണ്ടായിട്ടില്ല. കാരണം തുടക്കം മുതലേ അത്രയും നല്ല രീതിയിൽ ഗെയിം കളിച്ച് തന്നെയാണ് അവർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ആർക്കും അവർ പേടിയില്ലാത്തത് അതുകൊണ്ടാണ്. പലരും പറയുന്നത് കേട്ടു പേടിയില്ല അനുമോൾക്ക്, എവിക്ഷന്റെ സമയത്തൊന്നും ഒരു പേടിയില്ല എന്ന് പറയുന്നത് കേട്ടു. പേടിയില്ലാത്തത് എന്തുകൊണ്ടാണ്? ഗെയിമിൽ അത്രയധികം വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. തുടക്കം മുതൽ അത്രയും നല്ല രീതിയിൽ തന്നെ കളി കളിച്ച് മുന്നോട്ട് വന്നതാണ്. എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് വന്നത് കൊണ്ടാണ് പേടിയില്ലാത്തത്. അപ്പൊ കഴിവിനെ വിശ്വസിച്ച് മുന്നോട്ട് വന്നതാണ് ഇവർ ഈ പി ആർ എന്ന് പറയുന്നുണ്ടെങ്കിൽ അനുമോൾ അക്സെപ്റ്റ് ചെയ്യണം. അത്രേ ഉള്ളൂ. അത് എനിക്ക് പറയാനുള്ളത്. സ്വന്തം കഴിവിനെ വിശ്വസിച്ചിട്ടാണ് അനുമോൾ മുന്നോട്ട് വന്നത്. അല്ലാതെ ഇപ്പം എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഒരു ആവശ്യം പോലും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം മികച്ച രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് വന്നാൽ അത് പി ആർ ആണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ പി ആർ. ബിഗ് ബോസ് പോലൊരു റിയാലിറ്റി ഷോയ്ക്കകത്ത് അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ നെവിന് പി ആർ ഇല്ല എന്ന് പലരും പറയുന്നത് കേട്ടു. അത്രേ ഉള്ളൂ കാര്യം. നെവിന്റെ ടാലന്റ് പുറത്തെടുത്ത് നെവിന്റെ ആ ഒരു ഫൺ കാര്യങ്ങള്, ഫണ്ണായിട്ടുള്ള ഒരു ഫണ്ണി സൈഡ്, ഒരു സൈഡ് കിക്ക് എന്നുള്ള ആ ഒരു ഇമേജ് പിടിച്ച് മുന്നോട്ട് വന്നത് നെവിന്റെ ഏറ്റവും വലിയ പി ആർ ആയിട്ടുള്ള കാര്യം തന്നെയാണത്. പിന്നെ അനീഷിന്റെ പേര് അവിടെ 2-3 പേര് പറയുന്നതായിട്ട് കേട്ടു. പി ആർ ഇല്ല എന്നുള്ളൊരു ലേബലില് അനീഷിന്റെ പേര് പറയുന്നതായിട്ട് കേട്ടിരുന്നു. ഇത് തന്നെയാണ്, നന്നായിട്ട് ഗെയിം കളിച്ചാൽ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യും. ഈ പി ആർ ടീമിനെ വെച്ചിട്ട് അതിനകത്ത് പോയിരുന്ന ഒരു തേങ്ങയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യവുമില്ല. ഇപ്പൊ ഈ സാബുമാൻ ആണെങ്കിലും 100 ദിവസം നിന്ന് കപ്പടിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ലക്ഷ്മി 100 ദിവസം നിന്ന് കപ്പടിക്കാൻ എന്തെങ്കിലും ഡിസേർവിംഗ് ആയിട്ട് ചെയ്യുന്നുണ്ടോ അവിടെ? ഇല്ല. പി ആറിനെ വെച്ച് അവർക്ക് ദിവസങ്ങൾ നീട്ടി കിട്ടും. കുറച്ചുകൂടി എന്താ പറയുക, ഒരു റെക്കഗ്നിഷൻ അവർക്ക് കിട്ടിയേക്കാം. അതല്ലാതെ വേറെ ഒരു ഗുണവും ഇല്ല ഈ പി ആർ വെച്ചത് കൊണ്ട്. ഇപ്പൊ ആദിലാനൂറ, ഇവർക്കൊന്നും പി ആർ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആദിലാനൂറ ആയിക്കോട്ടെ, അനീഷ് ആയിക്കോട്ടെ, ഇവർക്ക് ആ രീതിയിൽ കളിച്ച് പ്രേക്ഷകരുടെ സപ്പോർട്ട് നേടിയെടുത്ത ആളുകളായതുകൊണ്ടാണ്
എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തതെന്ന് പറയുന്നത്. ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നതാണ്, പലരും നമ്മളെടുത്ത് പറയാറുണ്ട് നമ്മൾ BR എടുത്തിട്ടുണ്ടെന്ന്. ഒരു BR എടുത്തിട്ടില്ല. അടുത്ത സീസണിലോ മറ്റോ കിട്ടുവാണെങ്കിൽ സന്തോഷം എന്നേ പറയാനുള്ളൂ. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.